മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മരക്കുരിശതിൽ മരിപ്പാനാ, മരക്കുരിശതിൽ മരിപ്പാനാ നരജന്മമെടുത്തു വന്ന തന്നാമം മനോഹരം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. ബഹുവിപത്തുകളെഴും ഭൂവിൽ, ബഹുവിപത്തുകളെഴും ഭൂവിൽ സ്നേഹക്കൈകൾ നീട്ടി എന്നെ താങ്ങും തന്നാമം മനോഹരം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. പല കുറവുകൾ വന്നാലും, പല കുറവുകൾ വന്നാലും എന്നെ തള്ളാതെ കൃപയാൽ കാക്കും തന്നാമം മനോഹരം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാ യോഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തെക്കുറിച്ച് വളരെ കുറച്ചേ നാം അറിയുന്നുള്ളൂ. പ്രൈസ് ഗോഡ്. അതിന്റെ കാരണം ദൈവം പരിമിതികളില്ലാത്തവനാണ്. God is infinite. We are finite beings.
അപ്പൊ നമ്മുടെ പരിമിതമായിരിക്കുന്ന കഴിവ് വെച്ച് അപരിമേയനായ ദൈവത്തെ അറിയുക എന്നത് അസാധ്യമാണ്. Praise God. അസാധ്യമാണ് അങ്ങനെ ദൈവത്തെ അറിയുക എന്നുള്ളത്. അതുകൊണ്ട് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണം. Praise God. Praise God. ദൈവത്തിൽ നിന്നുള്ളൊരു വെളിപ്പാടില്ലാതെ ആർക്കും ദൈവത്തെ ഗ്രഹിപ്പാൻ കഴിയുകയില്ല. Praise God. No one can understand the nature of God without having a revelation from God. God is infinite and you are finite. So, you are entitled for a revelation. Praise God. നീ ഒരു മർത്യനായതുകൊണ്ട്, മൺകട്ടയായതുകൊണ്ട് ഒരു വെളിപ്പാടിന് നിനക്ക് അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, അവകാശമുണ്ട്. Praise God. വെളിപ്പാട് ആർക്കാ കൊടുക്കുന്നത്? വലിയ വലിയ ആളുകൾക്കല്ല കൊടുക്കുന്നത്. നിന്റെ കഴിവ് കൊണ്ട് നിനക്ക് ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തരുന്ന സാധനത്തിന്റെ പേരാണ് വെളിപ്പാട്. Praise God. നിന്റെ അയോഗ്യതയാണ് ഇന്ന് പകൽ യോഗ്യത. ഞാൻ ഈ UAE ഇറങ്ങുന്ന ഇന്നലെ ദുബായ് എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി. ഒരു എൻട്രി പെർമിറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഒരു പേപ്പർ. 96 മണിക്കൂറാണ്, 96 അവേഴ്സ് ആണ് ആ എൻട്രി പെർമിറ്റ്. 96 അവേഴ്സ്. അപ്പൊ ഞാൻ ആ 96 അവേഴ്സിന്റെ ഒരു പേപ്പറും പിടിച്ചാണ് നിങ്ങളുടെ രാജ്യത്ത് ഇറങ്ങിയത്. അപ്പൊ ഈ 96 അവേഴ്സിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? നമ്മളെല്ലാം ഈ ഭൂമിയിലോട്ട് വന്നിരിക്കുന്നു അങ്ങനത്തെ ഒരു എൻട്രി പെർമിറ്റ് വെച്ചോണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ എൻട്രി പെർമിറ്റ് ആണ്. ഏതായാലും എൻട്രി പെർമിറ്റ് 100-ന് മുകളിലൊന്നും പോകത്തില്ല, അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ എൻട്രി പെർമിറ്റ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതിന് മുമ്പ് ഒരു വെളിപ്പാട് നാം പ്രാപിക്കണം. ജീവിതത്തിന്റെ ഭാഗ്യം അതാണ്, വേറൊന്നുമല്ല, ദൈവത്തെ അറിയുക. യേശുക്രിസ്തു പറയുന്നത് യോഹന്നാൻ 17:3 പറയുന്നു, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. ദൈവത്തെ അറിയുക. എത്ര ഭയങ്കരനാണ് നമ്മുടെ ദൈവം, എത്ര വലിയവനാണ് നമ്മുടെ ദൈവം. ദൈവത്തെ അറിയണമെങ്കിൽ ഒരുപാട് മാധ്യമമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് വഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല. ഭൂലോകത്തിൽ എല്ലായിടത്തും അതിന്റെ അളവൊന്നും ചെന്നെത്തുന്നു. ആർക്കും ദൈവം നൽകുന്ന ഈ സന്ദേശത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയത്തില്ല. ഐ ആം ഹിയർ എന്ന് ദൈവം പറയുന്നു. നമുക്ക് എത്ര ദൂരം കാണാൻ പറ്റും? കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ നിൽക്കുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? ഇനി 3 കിലോമീറ്റർ നിങ്ങൾക്ക് കാണാവുള്ള നിങ്ങൾ പറയുന്നു. നമ്മളിങ്ങനെ നമ്മുടെ അബദ്ധങ്ങളാണിത്. എത്രയോ കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിങ്ങൾ കാണുന്നു, പിള്ളേരെ കാണിച്ചു കൊടുക്കുന്നു. ചന്ദ്രൻ എത്ര കിലോമീറ്റർ അകലെയാ? മൂൺ, ഹൗ ഫാർ ഫ്രം യു? 240 കിലോമീറ്റർ മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് നിങ്ങൾ കയറിയിരുന്ന്. ദുബായിലൊക്കെ 240 കിലോമീറ്റർ ഓടുമെന്ന് എനിക്കറിയത്തില്ല. 240 കിലോമീറ്റർ സ്പീഡിൽ മണിക്കൂറിൽ സഞ്ചരിക്കുന്ന കാറ് നിർത്താതെ നിങ്ങൾ അങ്ങോട്ട് ഓടിച്ചാൽ 16.5 ദിവസം ഓടിച്ചാലേ ചന്ദ്രന് ചെല്ലുള്ളൂ. ഒരാൾ പറയാ, ഇപ്പൊ ഈ കാറെ വിമാനത്തെ പോയേക്കാന്ന് പറയാം. മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഒരു ജെറ്റ് വിമാനത്തെ നിങ്ങൾ കയറി പോയാൽ 17 വർഷം കൊണ്ടേ സൂര്യന് ചെല്ലുള്ളൂ. 7 വർഷം വേണം ഈ ജെറ്റ് വിമാനത്തെ സൂര്യന് ചെല്ലും. അത്ര അകലെയാ സൂര്യൻ നിൽക്കുന്നത്. 7 നൂറ്റാണ്ടുകൾ നിങ്ങളൊരു ജെറ്റ് വിമാനം നിർത്താതെ പോയാൽ, 700 വർഷം പോയാൽ നമ്മുടെ സൗരയൂഥത്തിന് അപ്പുറം പോകത്തില്ല, പ്ലൂട്ടോയിലേ ചെല്ലുള്ളൂ. ഈ സൗരയൂഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാലക്സിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഈ ഗാലക്സി 10,000 കോടി നക്ഷത്രമുള്ളതാണ്. എത്ര വലുതാണെന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ പറഞ്ഞത്. മനുഷ്യന്റെ എല്ലാ സാധനവും വെച്ച് അവൻ നോക്കിയിട്ടൊന്നും ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല.
എത്ര ഭയങ്കരമായ ഏകാന്തതയാണ്, എത്ര ഭയങ്കരമായ വിച്ഛന്നതയാണ്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നത് ലോകത്തിൽ ഏറ്റവും വലിയൊരു വിമാനത്തിലാണ്. അതാണ് ഇന്ന് മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ വിമാനം. ഞാൻ കയറി വിമാനം അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ഇപ്പുറം ഇരുന്ന ഒരാൾ ഭയങ്കര പ്രാർത്ഥന. അപ്പൊ ഞാൻ വളരെ ശാന്തനായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കും ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ ഇയാള് ഭയങ്കര പ്രാർത്ഥന ബഹളവും. അപ്പൊ ഞാൻ ഇയാളുടെ ചോദിച്ചു, തോണ്ടി ഇങ്ങനെ എന്നാ വിഷയം എന്നാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു വിമാനം. വിമാനം പുള്ളി മിണ്ടാന്നതിനോട് പറഞ്ഞു. ഈ വിമാനം പൊങ്ങിക്കഴിഞ്ഞ എന്നോട് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചേ? നിങ്ങൾക്കൊരു കാര്യം, 800 പേരെയും വെച്ച് അവരുടെ ലഗേജും വെച്ച് 35,000 അടി പൊക്കത്തിൽ മണിക്കൂറിൽ 1000 കിലോമീറ്റർ സ്പീഡിൽ പോവാ, പിടിവിട്ട കളിയാ, പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതിക്കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്ന സാധനം മണിക്കൂറിൽ 24,000 കിലോമീറ്റർ സ്പീഡില് പിടിവിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. നീ അതല്ല ഇരിക്കുന്നത്. നോ ഗ്യാരണ്ടി. നീ ഏതാണ്ട് ഉറപ്പുള്ള സ്ഥാനത്തിൽ ഇരിക്കാന്ന് വിചാരിക്കണ്ട. 24,000 കിലോമീറ്റർ മണിക്കൂർ സ്പീഡില് ഇതിങ്ങനെ കറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക, ഒരു പിടുത്തവും. പിടിവിട്ട് നിൽക്കുക. അതുകൊണ്ട് നമ്മുടെ വ്യാജ ചിന്തകളെല്ലാം മാറ്റണം. ദൈവം നമ്മളെ കരുതുന്നു. നമ്മൾ എതിലെ നോക്കിയാൽ ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ല. ഈ പ്രപഞ്ചം ഭയങ്കര ഏകാന്തമായ പ്രപഞ്ചമാണ്. പ്രൈസ് ഗോഡ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ഹബിൾ ടെലസ്കോപ്പ് വെച്ച് നോക്കിയിട്ട് പോലും അവിടെ ഒന്നും ആരെയും കാണില്ല. ഒരു ജീവനും ഇല്ല, വേറൊരു മനുഷ്യനും ഇല്ല, ആരുമില്ല. നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഈ ഭൂമിയിൽ. അവിടെയാണ് ദൈവം നമുക്ക് വെളിപ്പാട് തരുന്നത്. ഈ മഹാപ്രപഞ്ചം പറയുന്നു ഇതിന്റെ പുറകിൽ ഞാൻ നിൽപ്പുണ്ട്, ദൈവം നിൽപ്പുണ്ട്. ആ ദൈവത്തെ ദൈവം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഭൂമിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ നോക്ക്, പക്ഷികളെ നോക്ക്. ഇനി കടലിലോട്ട് നോക്കിയ തിമിംഗലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി എന്നാ പറയുന്നത്, നീല തിമിംഗലം. നിങ്ങൾക്കൊരു കാര്യം അറിയാം, തിമിംഗലത്തിന്റെ നാക്കിന് ഒരു ആനയുടെ കനമുണ്ട്. ഞാനിവിടെ പറയുന്നത് ഇതൊക്കെ പഴയ കാലത്ത് നിന്ന് പറയുന്ന പോലെയല്ല. ഇപ്പൊ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമായത് പിള്ളേരുടെ വരെ കമ്പ്യൂട്ടർ ഉണ്ട്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഗൂഗിളിലൊക്കെ പോയി നോക്ക്. ഒരു തിമിംഗലത്തിന്റെ നാക്കിന് നമ്മുടെ നാട്ടിൽ ഒരു ആനയുടെ തൂക്കമുണ്ടെന്ന്. മനസ്സിലായില്ലേ? ഒരു ആനയുടെ കനമുള്ള നാക്കുള്ള ജീവിയെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വലിപ്പം നിങ്ങൾ ചിന്തിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഏതാണ്ട് വലിയ പുള്ളിയാന്ന് പറയുമ്പം ദൈവം ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ഗോഡ്. ലോകത്ത് ഏറ്റവും വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ജീവി ഏതാണെന്നറിയോ? തിമിംഗലമാണ്. തിമിംഗലത്തിന്റെ ശബ്ദം എത്ര ദൂരം കേൾക്കുമെന്നറിയോ? തിമിംഗലത്തിന്റെ ശബ്ദം എത്ര ദൂരം കേൾക്കും? തിമിംഗലത്തിന്റെ ശബ്ദം 7000 കിലോമീറ്റർ അകലെ കേൾക്കും. എന്ന് പറഞ്ഞാൽ പാരീസിന്റെ തീരത്ത് നിന്നൊരു തിമിംഗലം കൂകിയാൽ ന്യൂയോർക്കിന്റെ തീരത്ത് നിൽക്കുന്ന തിമിംഗലം മറുപടി പറയും. പ്രൈസ് ഗോഡ്. മൊബൈൽ ഫോണൊന്നും അല്ല, സാറ്റലൈറ്റ് ഫോണൊന്നും അല്ല, ദൈവത്തിന്റെ സൃഷ്ടിയായി. ദൈവം, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ഏകദേശം മനസ്സിലാകാൻ ഞാൻ 2 കാര്യം പറഞ്ഞത്. അത്ര വലിയൊരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ദൈവമാണ് നമ്മളെ വിളിച്ചു നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവൻ നിന്നെ ശക്തിയുള്ള വചനത്താൽ താങ്ങി നിർത്തുകയാണ്. ഇന്ന് പകൽ ഞാൻ ധൈര്യമായിരിക്കുക. പ്രൈസ് ഗോഡ്. ഭാരങ്ങളെല്ലാം മാറട്ടെ. അപ്പൊ ദൈവത്തിന്റെ വെളിപ്പാട് നമുക്കിങ്ങനെ അങ്ങോട്ട് ദൈവം തരുമ്പോ സ്പെഷ്യലായിട്ട് ദൈവം തരുന്ന ഒരു റെവലേഷൻ ഉണ്ട്, ദൈവത്തിന്റെ വെളിപ്പാട്. ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ഇവിടെ നിങ്ങളോട് എന്നാ പറയണം എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുക. ദൈവവചനം പറയുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യം. അപ്പൊ നമ്മളെ 119 സങ്കീർത്തനം, നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കാം. 119 സങ്കീർത്തനം. എന്റെ 97 വാക്യം വായിക്കാം. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടപെടാതെ അത് എന്റെ ധ്യാനമാകുന്നു. മതി. അപ്പൊ ഈ സങ്കീർത്തനം എഴുതിയ ആള് പറയുകയാണ്, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയമാണ്, ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. എന്റെ 97 വാക്യം വായിക്കാം. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടപെടാതെ അത് എന്റെ ധ്യാനമാകുന്നു. മതി. അപ്പൊ ഈ സങ്കീർത്തനം എഴുതിയ ആള് പറയുകയാണ്, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയമാണ്, ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ 119 സങ്കീർത്തനം.
വേദപുസ്തകത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും വലിയ അധ്യായമാണ് 119 സങ്കീർത്തനം. അതിലും വലിയൊരു അധ്യായം ഇല്ല. 176 വാക്യങ്ങളാണ് ഒരൊറ്റ അധ്യായത്തിൽ. 176 വാക്യം. അത് സൗകര്യത്തിന് വേണ്ടി അതിങ്ങനെ നിങ്ങൾ നോക്കിയ 8 വാക്യം വീതം ഇങ്ങനെ തിരിച്ച് 22 സെക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് എളുപ്പത്തിനാ, കാണാതെ പഠിക്കുന്നവരുടെ എളുപ്പത്തിനാ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കാണാതെ പഠിക്കുന്നത് നല്ലതായിരിക്കും. മനപ്പാടാക്കാൻ പറ്റും, കാരണം 8 വാക്യം വീതം ചെറിയ പോർഷനാണ്. 23 സങ്കീർത്തനത്തിന്റെ വലിപ്പത്തിൽ 22 ഭാഗങ്ങളായിട്ട് തിരിച്ച് ഈ സങ്കീർത്തനം വെച്ചിരിക്കുമ്പോൾ ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്ന വിഷയം ദൈവവചനത്തെ കുറിച്ചാണ്. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോ ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയത്തില്ല, നിസ്സാര കാര്യം പറയാൻ നിൽക്കും. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായം പരാമർശിക്കുന്ന വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവവചനം. 119 സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ 176 വാക്യങ്ങൾ, 176 വാക്യങ്ങളുള്ള ഈ മഹാ അധ്യായം പറയുന്നത് ഒരൊറ്റ സബ്ജക്റ്റിനെ കുറിച്ചാണ്. ആ വിഷയം ദൈവത്തിന്റെ വചനം എന്ന വിഷയമാണ്. ഈ 176 വാക്യങ്ങളിൽ 170 വാക്യങ്ങളിലും വചനം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കി, വചനത്തിന് അതിനകത്ത് 8 പേര് പറയുന്നുണ്ട്. 8 പേര് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ന് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നുണ്ട്, ദൈവത്തിന്റെ വഴികൾ എന്ന് പറയുന്നുണ്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ എന്ന് പറയുന്നുണ്ട്, ദൈവത്തിന്റെ വിധികൾ എന്ന് പറയുന്നുണ്ട്, അവന്റെ ചട്ടങ്ങൾ എന്ന് പറയുന്നുണ്ട്, അവന്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നുണ്ട്, അവന്റെ വചനം എന്ന് തന്നെ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനം നിങ്ങൾ അങ്ങനെ വായിച്ചു നോക്കണം. ദൈവം എത്ര പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തിന്റെ നിയമം, ന്യായപ്രമാണം എന്ന് 25 പ്രാവശ്യം ആ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ എന്ന് 23 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ വഴികളെന്ന് 18 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ കൽപ്പന എന്ന് 22 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രമാണം എന്ന് 23 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ന്യായവിധി എന്ന് 23 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ചട്ടങ്ങൾ എന്ന് 22 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം എന്ന് 22 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതുപോലെ ദൈവം ബൈബിളിന്റെ കൃത്യമധ്യഭാഗത്ത് ഏറ്റവും വലിയ അധ്യായം ബൈബിളിൽ വെച്ച് അതിനകത്ത് മുഴുവൻ തുടർച്ചയായി സംസാരിക്കുന്നത് ഒരൊറ്റ വിഷയമാണ്, തന്റെ വചനം. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ദൈവത്തിന്റെ വചനത്തിന്. പ്രൈസ് ഗോഡ്. അത്ര പ്രാധാന്യമുള്ളതാണോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? അത്ര പ്രാധാന്യമുള്ളതാണോ ഇത്? എനിക്ക് വലിയ പ്രാധാന്യമുള്ളതാണ്. ഈ സങ്കീർത്തനത്തിൽ 119 സങ്കീർത്തനത്തിൽ 11 പ്രാവശ്യം ഈ സങ്കീർത്തനം എഴുതിയ ആള്, പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇത് യെരമ്യാ പ്രവാചകൻ എഴുതിയൊരു സങ്കീർത്തനമാണെന്ന്. എനിക്കത് അറിയത്തില്ല. ആരായാലും എഴുതിയ ആള് 11 പ്രാവശ്യം പറയുന്നുണ്ട്, ദൈവമേ ഞാൻ നിന്റെ വചനത്തെ സ്നേഹിക്കുന്നു. നിങ്ങളിൽ എത്ര പേര് വചനത്തെ സ്നേഹിക്കുന്നു? നിങ്ങൾ മറുപടി ഒന്നും പറയേണ്ട, ഹൃദയത്തിൽ ചോദിക്കുക. എത്ര പേർ ഈ വചനത്തെ സ്നേഹിക്കുന്നു? നമ്മൾ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പുത്രനെയാണ് സ്നേഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് അവന്റെ പുത്രനെ തന്നെയാണ്. കാരണം ബൈബിൾ വചനത്തെക്കുറിച്ച് എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ പുത്രനെ കുറിച്ചും പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഒരു മനസ്സിനെ തൊട്ടുണർത്താനാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ബൈബിളിൽ നോക്കുമ്പോൾ ബൈബിളിൽ ദൈവവചനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ദൈവത്തിന്റെ പുത്രനെ കുറിച്ചും അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നു, ഈ വചനം എന്താണ്? പ്രകാശമാണ്, അല്ലേ? Thy word is a lamp unto my feet and light unto my path എന്നൊക്കെ നമ്മൾ പറയും. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഈ വചനം പ്രകാശമാണെന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ദൈവമേ നിന്റെ വചനം സത്യമാകുന്നു. യേശു പറയുന്നു, ഞാൻ സത്യമാകുന്നു. നിങ്ങൾ നോക്കിയാൽ ദൈവത്തിന്റെ വചനത്തിൽ എന്തെല്ലാം പറയുന്നു? ദൈവമേ നിന്റെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു.
89 സങ്കീർത്തനം. യേശുക്രിസ്തു എറ്റേണൽ സൺ ഓഫ് ഗോഡ്, നിത്യനാണ് അവൻ. പ്രൈസ് ഗോഡ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലോ ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ദൈവവചനം ബ്രെഡാണ്, അപ്പമാണെന്ന് ദൈവവചനം പറയുമ്പോൾ യേശു പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു. ദൈവവചനം പരിശുദ്ധമാണ്, ദൈവത്തിന്റെ പുത്രനും പരിശുദ്ധനാണ്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് എന്തെല്ലാം ബൈബിളിലുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ പുത്രനെയാണ് സ്നേഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ പുത്രനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നു. അതിന് 103-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 103-ാമത്തെ വാക്യം. മധുരം അവ എന്റെ വായിക്കും തേനിലും നല്ലത്. പ്രൈസ് ഗോഡ്. അതിന്റെ 103-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തേനിനേക്കാളും നല്ലതാണ് ദൈവത്തിന്റെ വചനം, ഭക്ഷണത്തെക്കാളും നല്ലതാണ്. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല, അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15:16. ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവമാണ്. ഇയ്യോബ് പറഞ്ഞൊരു അനുഭവം നമ്മൾ വായിച്ചു, യിരെമ്യാവ് പറഞ്ഞൊരു അനുഭവം വായിച്ചു, ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു അനുഭവം വായിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഇതൊക്കെ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു, അതുകൊണ്ട് നമുക്കെന്ത് ഗുണം? പ്രൈസ് ഗോഡ്. ഞാൻ നേരത്തെ യാക്കോബായ സഭയിലായിരുന്നു. അപ്പം കുർബാന അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് അച്ഛൻ പറയും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അത് സംഭവിച്ചു, അതവിടെ നിൽക്കട്ടെ, നിന്റെ കാര്യം പറ. വാട്ട് അബൌട്ട് യു? അത് അച്ഛന്മാരോടല്ല ഞാൻ നിങ്ങളുടെ ഈ യിരെമ്യാവ് പറഞ്ഞു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ദാറ്റ്സ് ഗുഡ്. പക്ഷെ നിന്റെ കാര്യം പറ. ഇയ്യോബ് പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇത് തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അത്യാവശ്യ ഭക്ഷണത്തെ ഒഴിവാക്കിയിട്ടുണ്ടോ വചനം ധ്യാനിക്കാൻ വേണ്ടി? ഹാവ് യു എവർ വചനം ധ്യാനിക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ മൊത്തം ഞാൻ ചോദിക്കുകയാണ്, ആയുസിൽ ഇന്ന് വരെ ഒരു നേരം എനിക്ക് ഭക്ഷണം വേണ്ട, ഇന്ന് ഞാൻ അവന്റെ വചനം ഒന്ന് ധ്യാനിക്കും.